ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ അത്ര നല്ല സുഖത്തിലൊന്നും അല്ല കേട്ടോ. കാരണം എല്ലാവർക്കും ഉണ്ടാവില്ലേ ഒരു ദിവസം വെൻ വി ഡോണ്ട് ഫീൽ ലൈക്ക് ഡൂയിങ് എനിത്തിങ്. അങ്ങനത്തെ ഒരു ദിവസമാണ് ഇന്ന്. എൻ്റെ ഡേ തുടങ്ങിയത് തന്നെ ഒരു 12:30 ആയപ്പോഴാണ്. ഇപ്പോൾ സമയം 6:15. ഈ സമയം വരെ ഞാൻ ഒരു പണിയും ചെയ്തിട്ടില്ല കേട്ടോ. നമുക്ക് എന്തൊക്കെയോ ചെയ്യണം തോന്നും, പക്ഷേ മനസ്സും ശരീരവും അതിനങ്ങോട്ട് അനുവദിക്കുന്നില്ല. ഇതെന്താ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്ന് ഞാൻ ആലോചിച്ചപ്പോഴാണ് നമ്മുടെ ചേച്ചി ഇങ്ങ് എത്താറായി, നമ്മുടെ പീരീഡ്സ് ചേച്ചി. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളാണ് കേട്ടോ കാണിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഏതായാലും ഈവനിങ് ആയി, നൈറ്റ് ആവുന്നതനുസരിച്ച് എനിക്ക് റിഗ്രറ്റ് തുടങ്ങും. അയ്യോ ഞാൻ ഇന്നൊന്നും ചെയ്തില്ലേ എന്നും പറഞ്ഞ്. അപ്പോൾ രാത്രി ചിലപ്പം എനിക്ക് ഉറക്കം കിട്ടിയെന്ന് വരും കേട്ടോ. അതുകൊണ്ട് ഈ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ് വീഡിയോ എങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു ഈവനിങ് ഇൻ മൈ ലൈഫാണ് കേട്ടോ എടുക്കുന്നത്. സോ വെൽക്കം ടു സിംപ്ലി ഗോപികാസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പൊറോട്ടയും ചിക്കൻ കറിയും കഴിക്കാൻ വല്ലാത്തൊരു ക്രേവിങ്സ് കേട്ടോ. അപ്പോൾ ചിക്കൻ കറി എന്തായാലും ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പൊറോട്ട വാങ്ങാൻ ഇനി ഇന്ത്യൻ ഷോപ്പിൽ പോകണം. ഫ്രോസൺ പൊറോട്ടാസ് കിട്ടും, അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണേ. സാധാരണ ഞങ്ങൾ വെൻവർത്ത് വില്ലയിൽ ഒരു കേരള തട്ടുകടയുണ്ട്, അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ വാങ്ങാറുള്ളത് കേട്ടോ. പക്ഷേ അവിടെ വരെ പോയി വരാമെന്ന് പറഞ്ഞാൽ അത്ര ഈസി കാര്യമല്ല, കാരണം ഓൾറെഡി ഈവനിങ് ആയി. പിന്നെ ഡെലിവറി ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ടു എക്സ്പെൻസീവ്. മാത്രമല്ല ചേട്ടൻ നല്ല കാര്യമായിട്ട് വർക്കിലാണ്, അപ്പം ഞാൻ മാത്രം ഇറങ്ങിയാലേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് സ്മാർട്ടിൽ പോയിട്ട് വാങ്ങാമെന്നുള്ളത്. അതെങ്കിലും ഒന്ന് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ ശരി, നിങ്ങളൂടെ എൻ്റെ കൂടെ വാ. ഷോപ്പിംഗ് ബാഗ്. ഞാൻ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോകുമ്പം ഒരു 100 വട്ടം ഞാനിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അയ്യോ എന്തൊക്കെ എടുത്തില്ല, മറന്നുപോയോ, ഫോൺ എടുത്തോ, അങ്ങനെയൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളൊക്കെ എങ്ങനെയാണോ? ഷോപ്പിങ്ങിന് പോകുമ്പോഴും അയ്യോ എൻ്റെ കാർഡ് ഞാൻ തിരിച്ചെടുത്തോ, അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രശ്നമുണ്ട് കേട്ടോ എനിക്ക്. അതുകൊണ്ട് ഒറ്റയ്ക്ക് പോകുമ്പോൾ കുറച്ച് ടെൻഷനാണ്. പക്ഷെ ഞാൻ പോയിട്ടില്ലെന്നല്ല കേട്ടോ, ഒരുപാട് തവണ പോയിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ. ബട്ട് സ്റ്റിൽ എനിക്ക് ടെൻഷനാണ്. കാരണം ഞാൻ റീച്ചൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം, അതെടുത്തോ ഇതെടുത്തോ എന്നും പറഞ്ഞ്. എന്നിട്ട് ഒരിക്കൽ ഞാൻ വൂൾവർട്സിലാണോ കോൾസിൽ വെച്ചിട്ട് എൻ്റെ ഫോൺ മറന്നുപോയി. സിഡ്നിയിൽ 2 ദിവസമായിട്ട് നല്ല മഴയാണ്. ഭയങ്കര തണുപ്പുമാണ്. അതുകൊണ്ട് തന്നെ 38 ഡിഗ്രിയിലൊക്കെ ആയ വെതറാണ്. ഇപ്പം 12 ഡിഗ്രിയും 17 ഡിഗ്രിയൊക്കെ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ എപ്പോഴും അങ്ങനെയാണ്, ഒരാഴ്ച അടുപ്പിച്ച് കത്തി ജ്വലിക്കുന്ന ചൂടാണെങ്കിൽ 2 ദിവസം മഴയായിരിക്കും. അതോടുകൂടി എല്ലാ ചൂടും അങ്ങ് മാറി പിന്നെ തണുപ്പിലേക്ക് മാറും കേട്ടോ. ഞാൻ ഇത്രയും മൂഡ് സ്വിങ്സ് ഉള്ള ഒരു വെതർ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഒരു കണക്കിന് നല്ലതാണ്, കാരണം ഓൾവേസ് ചൂടായി കഴിഞ്ഞാൽ നല്ലതല്ലല്ലോ. പക്ഷേ നല്ല തണുപ്പായിരുന്നു. അതുകൊണ്ടുകൂടെ തന്നെ എനിക്ക് മൂടി പുടച്ച് കിടന്നുറങ്ങാനും ആണ് കേട്ടോ തോന്നിയത്. ഒരു പ്രത്യേകതരം സ്വഭാവമാണ് സിഡ്നിയിലെ വെതറിന്. ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ റൗസിൽ ടൗൺ സെൻറ്റർ എത്തും, എൻ്റെ സ്ഥിരം ഷോപ്പിംഗ് സെൻറ്റർ. അങ്ങനെ ഞാൻ റൗസിലെത്തി. റൗസിൽ ഓൾറെഡി ക്രിസ്മസ് വൈബൊക്കെ ആയി തുടങ്ങി കേട്ടോ. അതിൻ്റെ ഡെക്കറേഷൻസൊക്കെ അവർ ചെയ്തു തുടങ്ങി. ആദ്യം തന്നെ ഞാൻ പോയത് സ്മാർട്ടിലേക്കാണ്. അവിടെ നിന്നാണ് കേട്ടോ ഞാൻ ഫ്രോസൺ പൊറോട്ട വാങ്ങുന്നത്. ഇവിടുന്ന് ആക്ച്വലി ഇല്ലാത്ത സാധനങ്ങളില്ല. പഴംപൊരി, പിന്നെ ഉഴുന്ന് വട, പരിപ്പ് വട, അങ്ങനെ എല്ലാം ഉണ്ട്. ഇതാണ് കേട്ടോ എനിക്ക് വേണ്ടുന്നത്, മലബാർ പൊറോട്ട. അങ്ങനെ ഞാൻ അതിൻ്റെ എക്സ്പയറിയൊക്കെ നോക്കി. എക്സ്പയറിയൊക്കെ 2027 വരെ ഉണ്ടായിരുന്നു. ഇതിൽ ഏതാണ്ടൊരു 10-12 പൊറോട്ടയൊക്കെ ഉണ്ട് കേട്ടോ. എന്തേ കണ്ടില്ലേ, പരിപ്പ് വട, പിന്നെ ഇടിയപ്പം, പിന്നെ ചീരയില തോരനുണ്ടല്ലോ, അതും ഫ്രോസണായിട്ട് ഇവിടെ കിട്ടും. പിന്നെ വാഴപ്പിണ്ടി തോരനുണ്ടായിരുന്നു. അങ്ങനെ മസാല ദോശയുണ്ട്. അങ്ങനെ മിക്ക സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. ഞങ്ങൾ ആദ്യം വാങ്ങിച്ചുകൊണ്ടിരുന്നത് കട്ടൂമ്പ പൊറോട്ട ആണേ. അത് എന്തുകൊണ്ടോ ഞങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വൈബ് വന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം മലബാർ പൊറോട്ട ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്.
പിന്നെ ഇവിടെ സാമ്പാർ അവിയലിൻ്റെയൊക്കെ റെഡി ടു ഈറ്റ് പാക്കറ്റ്സ് ആണ് ഉള്ളത്. പിന്നെ പായസമുണ്ട്, ദോശപ്പൊടിയുണ്ട്, ചെമ്പാവരി പുട്ടുപൊടിയുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറുമ്പം എനിക്ക് എപ്പോഴും ഒരു ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്, നമ്മുടെ നാട്ടിലൊക്കെ സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ടല്ലോ, അതിൽ കയറുന്നതിൻ്റെ അതേ മണവും ഒക്കെയാണ്. ശരിക്കും ഞങ്ങൾ ഈ സ്ഥലത്ത് വന്നിട്ട് ഏതാണ്ട് 1.5 കൊല്ലം ആവുന്നു. പക്ഷേ ആ സമയത്തൊന്നും ഞാൻ ഈ എസ്മാർട്ട് കണ്ടില്ലായിരുന്നു കേട്ടോ. ഈ അടുത്തിടയ്ക്കാണ് ഞാൻ ഇത് കണ്ടു തുടങ്ങി. എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് തോന്നുന്നു കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്, എനിക്കറിയത്തില്ല. അതിന് മുന്നേ ഞാൻ 2 കിലോമീറ്റർ ദൂരമൊക്കെ പോയിട്ടായിരുന്നു ഞങ്ങൾ മട്ട റൈസൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ നേരെ പോയത് കോൾസിലേക്കാണ്. എന്തായാലും ഇത്രയും ദൂരം വന്നേലേ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. നാളെ ഹാലോവീൻ അല്ലേ, അപ്പം ഇവിടെ പംകിൻസൊക്കെ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് വേണ്ടുന്നത് സ്മൂത്തിയുടെ പഴമാണ്, പഴം മേടിക്കാനായിട്ട്. പിന്നെ ഞാൻ ഈ ഒരു ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, മിനി മാൻജറിൻസ് ആണ്. ഇതിന് നല്ല മധുരമാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഹാലോവീൻ ആയതുകൊണ്ട് ചോക്ലേറ്റ്സ് ഒക്കെ നിറഞ്ഞിരിക്കുമായിരുന്നു ഓരോ ഐൽസിലും. പിന്നെ ഈ കാണുന്ന ബക്കറ്റ്സ് ഒക്കെ എനിക്ക് തോന്നുന്നു ട്രിക്ക് ഓർ ട്രീറ്റ്സിന് പിള്ളേർ പോകത്തില്ലേ, അതിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. കുറേ ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നേ. പിന്നെ ഇത് കണ്ടോ, ഇത് ടിം ടാം ആണ്, ഓസ്ട്രേലിയയിലെ ഫേമസ് ബിസ്ക്കറ്റാണ്. ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. ഇതെന്തായാലും ഹാഫ് ഓഫ് ആണ് കേട്ടോ. ഒരു സമയത്ത് ഞങ്ങളിത് സ്ഥിരം വാങ്ങുന്ന സാധനമായിരുന്നു. പക്ഷേ ഇപ്പം ഞങ്ങളത് വാങ്ങാറില്ല, കാരണം കുറേ ഷുഗർ ആയതുകൊണ്ട് ഒരുപാട് ഷുഗർ കഴിക്കുന്നു ഞങ്ങൾ, അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു. എൻ്റെ ഫേവറേറ്റ് ഈ കാണുന്ന വൈറ്റാണേ. അത് ഇപ്പുറത്തിരിക്കുന്ന സാധനം ഞാനിതൊരു ട്രൈ ചെയ്തിട്ടില്ല, പക്ഷേ കാണാൻ കൊള്ളാം. എന്തായാലും ഞാൻ എടുത്തില്ല. ഞാൻ ഈ ഐൽസ് മൊത്തം ചുറ്റുമ്പോഴും എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ എന്തോ സാധനം മറക്കുന്നുണ്ടെന്ന് കേട്ടോ. എന്താണെന്ന് മാത്രം എനിക്ക് കിട്ടുന്നില്ല. ഏതായാലും അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഞാൻ തിരിച്ചിറങ്ങി കേട്ടോ. തിരിച്ചിറങ്ങിയപ്പോൾ നിൽക്കുന്നു മനുഷ്യനെ പേടിപ്പിക്കാനായിട്ടൊരു സാധനം. എങ്ങനെയുണ്ട്? ഞാൻ ഇന്ന് വേറൊരു വഴിയിലൂടെയാണ് നടക്കുന്നത്. സാധാരണ ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് വഴി കൂടാണ് കേട്ടോ നടക്കുന്നത്. ഈ വഴി കുറച്ച് ബ്യൂട്ടിഫുൾ ആണ്, പൂക്കളും ഒക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ നിർത്തി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ട്രാഫിക് ലൈറ്റ് വരും. എൻ്റെ പൊന്നോ, എത്ര നേരമാണ് അവിടെ വെയിറ്റ് ചെയ്യേണ്ടതെന്നറിയോ. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ ആ വഴി കൂടെ നടക്കാൻ തുടങ്ങിയത്. പക്ഷേ ഈ വഴി കൂടെ നടന്നു കഴിഞ്ഞാൽ കുറേ ഫ്ലവേഴ്സൊക്കെ കാണാൻ പറ്റും. ഇത് കണ്ടോ, കുറേ വെള്ള ഫ്ലവേഴ്സും ജക്രാൻഡാസൊക്കെ ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ പറ്റും കേട്ടോ. ഈ വഴി നല്ല സൂപ്പർ വഴിയായിരുന്നു. പക്ഷേ ആ ട്രാഫിക് ലൈറ്റ് കാരണമാണ് ഞങ്ങൾ പിന്നെ ഈ വഴിയിൽ നിന്ന് വരാവുന്നത് നിർത്തിയത് കേട്ടോ. നമ്മൾ എപ്പോഴും ആ ഓപ്പോസിറ്റ് കാണുന്ന വഴി കൂടെയാണ് വരുന്നത്. ഇത് കണ്ടില്ലേ, ചുമന്ന പൂക്കളിങ്ങനെ പൊഴിഞ്ഞു കിടക്കുകയാണ്. ഈ ടോയ്ലറ്റ് ബ്രഷ് പോലെ ഇരിക്കുന്ന ഈ സാധനത്തിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് എപ്പോഴും ഇത് കാണുമ്പോൾ ടോയ്ലറ്റ് ബ്രഷാണ് ഓർമ്മ വരുന്നത്. ഏതാണ്ട് അതുപോലൊക്കെ ഇല്ലേ. വേണ്ട വേറൊരു ചെടി. അതുകൊണ്ട് ഈ വഴി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു സമയത്ത്. ഇതെന്താണ്? ഇത് കണ്ട, നല്ല രസമുണ്ടല്ലേ. ഒരു സമയത്ത് എനിക്ക് ഈ വഴി ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴും ഇഷ്ടം തന്നെയാണ്. പക്ഷേ ഒരുപാട് ടൈം എടുക്കും മെട്രോ വരെ എത്താനായിട്ട്, ബിക്കോസ് ഓഫ് ദാറ്റ് ട്രാഫിക് ലൈറ്റ്. പിന്നെ ഇവിടെ കുറച്ച് ഒരു അപ്ഹിൽ പോലാണ്, കുറച്ച് കയറണം. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കുറച്ച് ദൂരമുണ്ടേ. അന്ന് ഇവിടെ മെട്രോ സെൻട്രൽ വരെയൊന്നും പോകത്തില്ലായിരുന്നു. അപ്പം കുറേ ബസ്സും ഒക്കെ കയറിയിട്ട് വേണമായിരുന്നു പോകേണ്ടുന്നത്. അപ്പോൾ ഞാൻ അവിടെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ഞാൻ എത്ര നേരത്തെ ഇറങ്ങിയാൽ ഈ ട്രാഫിക് ലൈറ്റ് കാരണം എൻ്റെ 10-15 മിനിറ്റ് അങ്ങനെ പോകുമായിരുന്നു കേട്ടോ. ഇവിടെ ഇത് കണ്ടു, ഒരു ചക്രാണ്ട മരം കണ്ടില്ലേ, നല്ല മണമാണേ. സി, കുറേ ഫ്ലവേഴ്സ് ഉണ്ട്, വെള്ള ഫ്ലവേഴ്സ്. മരം ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ്. ഇതുണ്ട, സി, ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വഴി ചൂസ് ചെയ്തത്. സ്പ്രിംഗ് സീസണിൽ ഈ വഴി നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പം പറഞ്ഞു വന്നത്, ഞാൻ ആ
കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ ഒരു ട്രാഫിക് ലൈറ്റ് കാരണം ഞാൻ ലേറ്റായിട്ടുണ്ട്. സമയം 7:09. ഇപ്പോഴും അത്യാവശ്യം നല്ല വെളിച്ചമുണ്ട്. മഴയില്ലായിരുന്നെങ്കിൽ ഇതിലും വെളിച്ചം കണ്ടേനെ കേട്ടോ. സമ്മർ സീസണിൽ ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ ഡിസംബറൊക്കെ ആകുമ്പം ഓൾമോസ്റ്റ് ഒരു 10 മണിയൊക്കെ ആവും സൺസെറ്റിന് വേണ്ടിയിട്ട്. അപ്പാർട്ട്മെൻറ്റിൽ എത്തിയപ്പോഴത്തേനും ഇവിടെ ഒരാൾ നടക്കാനാണ് പറഞ്ഞിറങ്ങുന്നത്. എന്നാൽ പിന്നെ എൻ്റെ കൂടെ വന്നുകൂടായിരുന്നോ? വോട്ടേവ് എപ്പോൾ വരും? ശരി, ബൈ. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് എത്തിയിരിക്കുകയാണ്. അയ്യോ, സാധനം ഒക്കെ എടുത്ത് ഫ്രീസറിൽ കയറ്റിട്ട് ഓൾറെഡി കുറച്ച് സമയമായി പുറത്തിരുന്നിട്ട്. ഇത് ഫ്രീസറിൽ വെക്കാനുള്ള സാധനമല്ലേ, അപ്പം പുറത്തിരിക്കുന്നത് ശരിയല്ല. മലബാർ പൊറോട്ട. ഡൺ. ഇനി പെട്ടെന്ന് ചിക്കൻ കറി ഉണ്ടാക്കണം, വളരെ പെട്ടെന്ന് തന്നെ. ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പോയപ്പോഴാണ് മനസ്സിലായത് ഞാൻ കറിവേപ്പില എടുത്തില്ല എന്നുള്ളത്. ഇത്രയും ദൂരം ഞാൻ പോയിട്ടും അതുമാത്രം മറന്നുപോയല്ലോ ദൈവമേ. ഞാൻ അപ്പോഴേ പറയുന്നില്ലായിരുന്നു എന്തോ മറന്നു എന്ന്. എന്നാൽ ഈ ബ്രെയിന് പറഞ്ഞുകൂടെ എന്താ മറന്നു എന്ന് പറയാൻ അറിയാം, എന്താ മറന്നേന്ന് പറഞ്ഞില്ല. ഐ എം സാഡ്. ഇനിയിപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടുമായിരുന്നു, അത് ഇടുമായിരുന്നെങ്കിൽ. ഇനിയിപ്പോൾ കറിവേപ്പില ഇല്ലാതെ ചിക്കൻ കറി വെക്കേണ്ടി വരും. അങ്ങനെയായിരുന്നു ഒരു സമയത്ത് വെച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ഇവിടെ കറിവേപ്പില കിട്ടും എന്നറിയുന്നതിന് മുന്നേ ഞാൻ അങ്ങനെയായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ ദിവസം ഒരു കിളി പോയ ദിവസമാണ് കേട്ടോ. ഞാൻ ചിക്കൻ കറിയിൽ വലിയ എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ. പക്ഷേ ഈ അടുത്തിടയ്ക്ക് വെക്കുന്ന ചിക്കൻ കറി ഫോർ സം റീസൺ അത് നന്നായി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടത്തെ എൻ്റെ ചിക്കൻ കറിയിൽ കളറില്ലായിരുന്നു. കാരണം കാശ്മീരി ചില്ലി പൗഡർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഈ അടുത്തിടയ്ക്കാണ് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു കാശ്മീരി ചില്ലി പൗഡർ വാങ്ങിയത് കേട്ടോ. പിന്നെ അതുമാത്രമല്ല, ഞാൻ ഈ ചിക്കൻ കറി ഒരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടതാണ്. അതായത് ഷെഫ് പിള്ളയാണെന്ന് തോന്നുന്നു. പുള്ളി ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ ഈ ചിക്കൻ കറിയുടെ റെസിപ്പി പറയുന്നു, താഴെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ആൻഡ് അത് എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിന് ശേഷം എന്നും ചിക്കൻ കറി മതി എന്നാണ് കേട്ടോ പറയുന്നത്. സോ ആ ചിക്കൻ കറിയാണ് ഞാൻ വെക്കുന്നത്. അത് അല്ലെങ്കിൽ സാധാരണ ഞങ്ങൾ പൊറോട്ടയും ചിക്കൻ കറിയും കഴിക്കുന്ന സമയത്ത് പുറത്തുനിന്നായിരിക്കും ചിക്കൻ കറി വാങ്ങിക്കുന്നത്. ഇപ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയാൽ മതി എന്ന് പുള്ളി പറഞ്ഞു കേട്ടോ. അപ്പം ആദ്യം ഈ സ്പൈസസ് ഇടാൻ അതിനകത്ത് ഐ ഗെസ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടില്ല, അത് ഞാൻ തന്നെ ഇടുന്നതാണ് കേട്ടോ. കുറച്ച് മറ്റേ നമ്മുടെ പെരുംജീരകം, പിന്നെ ഇത് ഏലക്ക, ക്ലോസും. ഇതിൻ്റെ അളവ് നമുക്ക് തോന്നുന്ന പോലെ അങ്ങ് ഇടാം. ഇത് കഴിഞ്ഞിട്ട് ചെറിയ ഉള്ളി വേണമായിരുന്നു. ചെറിയ ഉള്ളി അരിയാൻ മറന്നുപോയി. പെട്ടെന്ന് ഞാൻ അരിയട്ടെ. ഇത് തീ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. തീ അണച്ചു ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് മൊത്തത്തിൽ എൻ്റെ കിളി പോയിരിക്കുന്ന ദിവസമാണ്. എൻ്റെ ബ്രെയിൻ ഒരു ഗുണമുണ്ട് കേട്ടോ. എന്തോ നീ മറന്നു എന്ന് പറയും, പക്ഷെ എന്താ മറന്നേന്ന് പറയത്തില്ല. ക്രേസി. ഇത് ചെറിയുള്ളിയാണെന്ന് പറയുകയും ചെയ്യും. എന്ത് വലുതാന്ന് നോക്കിക്കേ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഇടുന്നത് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇടുന്നതിന് മുന്നേ ഈ സവോളയും ശാലത്തോട് ഇടാൻ കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി കൂടി ഇടാം. ഇനി ഇത്
നന്നായിട്ട് വഴണ്ട് വരണം. എൻ്റെ പണ്ടത്തെ ചിക്കൻ കറിയുടെ പ്രോബ്ലം അതായിരുന്നെന്ന് തോന്നുന്നു. ഞാൻ നന്നായിട്ട് വഴട്ടത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്ര കൊഴുപ്പ് കിട്ടാറില്ലായിരുന്നു എൻ്റെ ചിക്കൻ കറിക്ക്. അയ്യോ, ഞാനൊരു കാര്യം മറന്നുപോയി. ഇതാണ് കേട്ടോ എൻ്റെ പ്രശ്നം. ഇതിന് മുന്നേ ഈ സവോളയൊക്കെ ആഡ് ചെയ്യുന്നതിന് മുന്നേ തേങ്ങ ചിരണ്ടിയത് ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഞാൻ മറന്നുപോയി. ഇനിയിപ്പം ലാസ്റ്റ് ആഡ് ചെയ്താലും മതി. മൊത്തത്തിൽ പോയി കിടക്കുന്നുണ്ട്. അപ്പം ഇത് ഒന്ന് വഴണ്ട് വരട്ടെ. പറഞ്ഞു തന്നത് കൊഴുപ്പ് കിട്ടാത്തില്ലായിരുന്നു എൻ്റെ പണ്ടത്തെ ചിക്കൻ കറിക്ക്. അതിൻ്റെ റീസൺ ഐ ഗെസ് ഇത് നന്നായിട്ട് വഴലാത്തത് കൊണ്ടാണ്. അത് തന്നെ, അത് ആവാത്തത് കൊണ്ടായിരിക്കും. പക്ഷെ ഇപ്പം ഞാൻ നന്നായിട്ട് വഴട്ടാറുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പിടാം. ഞാനിങ്ങനെ ധൃതി പിടിക്കുന്ന എന്തിനാണെന്നറിയാം, എൻ്റെ ഹസ്ബൻഡിന് വിശക്കുന്നു എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ നടന്നിട്ട് വന്നു കേട്ടോ. നല്ലതായിട്ട് വിശക്കുന്നെന്ന് പറഞ്ഞു കേട്ടോ. എനിക്ക് ആരെങ്കിലും വിശക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വെപ്രാളമാണ്. ഇനി ഞാൻ ഇതിലേക്ക് പൊടികൾ ചേർക്കുകയാണ്. അതായത് മഞ്ഞപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, കാണുന്ന പൊടികളെല്ലാം ഞാൻ ചേർക്കും കേട്ടോ. പിന്നെ മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ഇത്രയും പൊടികളാണ് ഞാൻ ചേർക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിക്കാം. ഈ മസാലാസൊക്കെ ഒന്ന് ഡ്രൈ ആവാതെ കിടക്കാനാണ് ഇത്. ചിക്കൻ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടിയൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണേ. അതങ്ങോട്ടേക്ക് ഇടാം. അബദ്ധം കാണിച്ചു, ഫ്രീസറിന് എടുത്ത് വെച്ചില്ല. അവിടെ ഞാൻ അബദ്ധം തന്നെ ആണല്ലോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഫ്രീസറിൽ എടുത്ത് വെക്കാത്തത് കൊണ്ട് നല്ല കട്ടിക്കിരിക്കുകയാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഇപ്പോൾ അവസ്ഥ. ഇനി ഇത് അടച്ചു വെക്കാം. ചിക്കൻ കറി ആവുന്ന സമയം കൊണ്ട് നമുക്ക് പൊറോട്ട ചൂടാക്കി എടുക്കാം. ഇത് 2-3 രീതിയിൽ ചെയ്യാം. ഒന്ന് പാനിലും, ഒന്ന് മൈക്രോവേവ് ഓവനിലും, ഒന്ന് നമ്മുടെ കൺവെൻഷൻ ഓവനിലും ചെയ്യാൻ പറ്റും. ഞാനിപ്പം നമ്മുടെ പാനിൽ ചെയ്യാം എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. മൈക്രോവേവ് ഓവനിൽ എന്തൊക്കെയോ ഡാംപ് പേപ്പർ ടവലിലൊക്കെ റാപ്പ് ചെയ്യാൻ പറയുന്നത് എനിക്ക് അതിനോട് താല്പര്യമില്ല. ഞാൻ അതുകൊണ്ട് ഇത് ഇറ്റ്സ് സ്മോൾ കൊള്ളാം കേട്ടോ. കട്ട് ചെയ്ത് ആവശ്യമുള്ളത് മാത്രം എടുത്ത് പുറത്ത് വെക്കാം, ബാക്കി എടുത്ത് അകത്ത് വെക്കാം അല്ലേ. നമ്മുടെ ചിക്കൻ കറി ആയി വരുന്നുണ്ട്. ഞാനിതിൽ കുറച്ചുപോലും വെള്ളം ചേർത്തില്ല കേട്ടോ. അതിൻ്റെ തന്നെ വെള്ളമാണ്. പാൻ ചൂടായി. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കാരണം എൻ്റെ സ്ഥലമില്ല കേട്ടോ ഫോൺ വെക്കാനായിട്ട്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് എടുത്ത് നമുക്ക് ചൂടാക്കാം. 3 മിനിറ്റ് ചൂടാക്കാൻ വെക്കാനാണ് കേട്ടോ അവർ പറഞ്ഞത്. തിരിച്ചും മറിച്ചോട്ട് ചിക്കൻ കറി ആകുമ്പോഴത്തേനും പൊറോട്ട അങ്ങ് ചൂടായി വരുമല്ലോ. ചിക്കൻ കറിയിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർക്കുവാണേ. നല്ലൊരു മണം കിട്ടും. ചിക്കൻ കറി എന്തായാലും ആയിട്ടുണ്ട് ഏകദേശം. ഓൾമോസ്റ്റ് ഇറ്റ് ഈസ് ഡൺ. ഇനി നമുക്ക് തീ അങ്ങോട്ട് ഓഫ് ചെയ്താൽ മാത്രം മതി. കണ്ടോ, ഇതിൽ കറിവേപ്പിലയും കൂടെ ഇടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പൊറോട്ട ആയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഡിന്നർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് കഴിച്ച് നോക്കട്ടെ. പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. സോ ഗുഡ്. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. എനിക്ക് കിടന്ന് ഉറങ്ങണം, അത്രയൊക്കെ ഉള്ളൂ. പാത്രങ്ങളൊക്കെ കഴുകണം.
അതോടെ കഴിഞ്ഞു. എന്തായാലും എന്തൊക്കെയോ ചെയ്തു എന്നുള്ളൊരു ഫീൽ എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. മനസ്സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പറ്റും. അപ്പോൾ ശരി. So if you like this video, please do like, share and subscribe to my channel. See you in my next vlog. Till then, ta-ta!